അന്തോണിച്ചായോ എന്തോ ഒരു കമ്പി ഉണ്ട് കേട്ടോ. കമ്പിയോ? ഇതിലൊരു ഒപ്പിട്ട് തന്നാട്ടെ. ഇതില് എന്താന്ന് നോക്കണ സുമാരാ. അല്ല ഇതേ ഒന്ന് വായിച്ചേ. അച്ചാമ്മക്കുട്ടി അറൈവിംഗ് ഓൺ 18th. അയ്യോ കർത്താവേ, എന്റെ ഈശോ. എന്റെ പൊന്ന് ചേട്ടത്തി, അച്ചാമ്മക്കുട്ടി 18-ാം തീയതി വരുന്നൂന്ന്. കർത്താവേ, നാളെയല്ലേ 18-ാം തീയതി? കൊണ്ടുവന്നേ. എടാ സന്ധ്യേ, ഓടിയേ, എടാ ഓടി വാടാ. എടാ നിങ്ങൾ അച്ചാമ്മത്തി അടുത്ത് വരുന്നത്. കമ്പി കമ്പി. എന്താ നിർത്താം, ഒരുമിച്ചാവാം. അവസാനം എന്റെ കത്തുകൾക്ക് പ്രയോജനമുണ്ടായി അല്ലേ? എത്ര ദിവസത്തെ ലീവുണ്ട്? ആ ഒന്ന് പറയുന്നേ. തിരിച്ചു പോകാൻ ധൃതിയൊന്നും വെക്കരുത്. ധൃതി വെച്ചാലും ഞാൻ വിടത്തില്ല. ഒന്ന് കാണാൻ കൊതിയ. അല്ല പൊടി ഫോട്ടോ. ഈ വർത്താനൊക്കെ നേരിട്ട് വന്നിട്ടായാ പോരെ. അല്ല ഞാൻ ഈ ഫോട്ടോ പൊടിയൊക്കെ തുടച്ച്. ഫോട്ടോ പൊടി ഒക്കെ മനസ്സിലായി. 3 വർഷമായിട്ട് എന്റെ മോള് ഇങ്ങോട്ട് വരിക. ഫോട്ടോ നോക്കി കിന്നരിച്ച് നിക്കാതെ നീ ഇങ്ങോട്ട് വന്നേ. നമുക്കിവിടെ പെരുന്നാൾ ആഘോഷിക്കണ മോനെ. എന്നെ തോൽപ്പിക്കാൻ നോക്കണട്ടാ. നിന്നെ ഞാനേ എടാ ഓടല്ലേ, കാലില് കുപ്പിച്ചില്ലി കേറും. കാലില് കുപ്പിച്ചില് കേറില്ല മറ്റേ. എടാ പൊട്ട, നിന്റെ കാലില് കുപ്പിച്ചില്ലി കേറുന്ന പറഞ്ഞു ചെറുത്താനേ. അമ്മച്ചിനെ കച്ചോൻ ഓട പട്ടി പറ്റി അമ്മച്ചിനെ തണ്ടപ്പതി. നീ ഒരിക്കലും തന്നവരുടെ കുരുത്തം കേട്ടോനെ. എടാ അതൊന്നും വലിച്ചിടാതെ പോടാ പുറത്തേക്ക്. അമ്മച്ചിനെ കോഴിയിൽ കമ്പൽ പറയാൻ പറ്റില്ല. എടാ വലിച്ചിടല്ലേ. നിന്നെ നോക്കി പേടിപ്പിക്കണ പന്നി. കൊല്ലിനെ നല്ല കൊല്ലി. നിന്നോടത് അരിയാനാ പറഞ്ഞത്, അല്ലാതെ വായിലിട്ട് അരയ്ക്കാനല്ല. അന്നെ ഞാൻ തേങ്ങ തെരഞ്ഞു കൊള്ളാം. എന്തോന്ന് തേങ്ങ തെരഞ്ഞു കൊള്ളാന്. അച്ചാമ്മ വരുന്ന വിവരം അറിയിക്കാനുള്ളവരൊക്കെ അറിയിക്കണം, അല്ലെങ്കിൽ പരാതിയാവും. അതെ, ആലീസിനെ അളിയിലൊക്കെ ഞാൻ ഫോൺ ചെയ്ത് അറിയിച്ചിട്ടുണ്ട്. എന്റെ ആങ്ങളമാരൊക്കെ അറിയിച്ചണ്ട. ഓ ഉണ്ട്. അച്ഛാ, ഇവനീ തേങ്ങ മുഴുവൻ തിന്ന് തീർക്കും. തിന്നില്ലേ തിന്നില്ലേ പിന്നെ എന്തോടാ വഴക്കുണ്ടാക്കാലേടാ. തുപ്പാൻ. നീ തേങ്ങയും ചൊല്ലണ്ട, ഒന്നും ചൊല്ലണ്ട. പോയ അവിടുന്ന്. അച്ചായ അതാ ആരവല്ലെന്ന് വെച്ചേ. എന്നെ ഇടിച്ചു. എന്റെ പൊന്നച്ചായ, ഇതെന്ത് വേഷമാണ് ഇത് അച്ചായ? അച്ചാമ്മ ചേർത്തി വരുന്ന ദിവസമെങ്കിലും ഒന്ന് സ്റ്റൈലായിട്ട് നിന്നൂടെ? ഓ ഈ സ്റ്റൈലൊക്കെ മതി. അത് പോരാ, ഇങ്ങോട്ട് ചുമ്മാ ജോലിയുണ്ടതേ. കാര്യമുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് വരാം. ആദ്യം ഈ പനിയൻ അങ്ങോട്ട് ഇതങ്ങോട്ടിട്ടെ. അസല് മണവാളിനെ പോലെ ഇരിക്കും. ഈ പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റു. അതൊന്നുമല്ല കാര്യം, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 കൊല്ലം കഴിഞ്ഞെങ്കിലും മണവാളിനും മണവാട്ടിയായിട്ട് അച്ചായൻ കഴിഞ്ഞത് വെറും 4 ദിവസം. അതുകൊണ്ട് അച്ചായൻ ഇപ്പോഴും പുതുമണവാളം തന്നെയാ. ഇട്ടെ, ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ആവശ്യമൊക്കെ ഉണ്ട്. തലയൊക്കെ ഒന്ന് ചീകി, കച്ചിയൊക്കെ ബട്ടൺസ് ഒക്കെ ഒന്ന് ഇട്ടെ, സ്റ്റൈലായിട്ട്. അല്ലേ? എടാ നീ ആ പൗഡറും സ്പ്രേ ഒക്കെ ഒന്ന് എടുത്തേ. എന്തോ അപ്പൊ ആഗ്രഹമൊക്കെ ഉണ്ടില്ല? കൈവയ്ക്ക നല്ലൊരു മണക്കട്ടെ. ഇപ്പൊ എന്നെ കണ്ട എങ്ങനെ ഇരിക്കും? ഇപ്പൊ അച്ചായനെ കണ്ട നമ്മുടെ ഇല്ല അച്ചായ, അച്ചായനോട് ഉപമിക്കാൻ എനിക്ക് എന്റെ അച്ചായൻ മാത്രമേ ഉള്ളൂ. പോടാ. എന്നാലേ ഞാൻ ഇറങ്ങാം. ഇനിയും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. മുതലാളിയേ, എന്താണ് സാറുമാരെല്ലാരും കൂടി
വല്ല സമരമറ്റോ ആണോ മാതാവേ? അല്ല, പാടത്ത് വെള്ളം വറ്റിക്കണം. ഓ, സമാധാനമായി. അല്ല, എങ്ങനെ പറ്റിക്കണം? ഞാൻ കുടിച്ചു പറ്റിക്കണോ അതോ കോരി പറ്റിക്കണോ? അല്ല, മോട്ടർ വെച്ചാ? ഓ, മോട്ടോർ വാടകയ്ക്കെടുത്ത് വെള്ളം പറ്റിച്ചിട്ട് ഞാൻ അവിടെ കപ്പേള പണിയാൻ പോവല്ലേ? വെള്ളം പറ്റിക്കണ പേരും പറഞ്ഞ് ഇപ്പൊ നിങ്ങളുടെ വെള്ളാടി നടക്കണം. നടക്കൂല. സാറന്മാര് പോ, ചെല്ല് ചെല്ല്. വെള്ളം കയറി കിടക്കണത് മുതലാളി വന്ന് നോക്കിയാച്ച് ജയിച്ചാൽ മതി. എടാ, നോക്കേം കാണേം മറ്റൊന്നും വേണ്ട. നിന്റെയൊക്കെ അപ്പനപ്പൂപ്പന്മാരുടെ കാലം തൊട്ട് പാടത്ത് വെള്ളം കയറി ഇറങ്ങിയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ഈ പറഞ്ഞ മോട്ടറൊന്നും നമ്മ കണ്ടിട്ടില്ല. എടാ, നിന്റെ അപ്പനപ്പൂപ്പന്മാർക്ക് വേണ്ടാത്ത മോട്ടർ എന്തിനാ നമ്മക്ക്? പിന്നെ പാടത്ത് വെള്ളം കിടക്കണ കണ്ടിട്ട് നിങ്ങൾക്ക് വല്ല മനസ്സമാധാനക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും. ആ ചാലങ്ങട് പൊട്ടിച്ച ആ താഴെ പാടത്തേക്ക് തുറന്നു വിട്. അത് വലിയ പ്രശ്നമാണ് മുതലാളി. എന്താണ്? വെള്ളം മുഴുവൻ അടുത്ത പാടത്തേക്ക് പോകില്ലേ? അത് കൊള്ളാവല്ല. എടാ, നാട്ടില് വെള്ളമില്ല, മഴയില്ല, കറണ്ടില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് നടക്കുമ്പോ അടുത്ത പാടത്തേക്ക് സംഭാവനയായിട്ട് ഇത്തിരി വെള്ളം പോയാൽ നിങ്ങൾക്ക് എന്താണ് നഷ്ടം? മുതലാളി, തൊട്ടടുത്ത് കാറ്റാടി പരുവത്തിൽ നിൽക്കുന്ന പാടമാണ്. ആഹാ. അതും കാട്ടുങ്കക്കാരുടെ പാടം. അയ്യോ, കാട്ടിക്കക്കാരുടെ പാടമാണ്. എന്ന വെള്ളം അങ്ങാട്ട് തന്നെ വിട്. കോഴിപ്പള്ളി അവറാച്ചന്റെ വക ഒരു സംഭാവന കാട്ടുകക്കാർക്ക് ഇരിക്കട്ടെ. ചെല്ല് ചെല്ല്. ഓ, എന്തോ വന്നേ, ഞാൻ പീറ്ററോട് ഇങ്ങോട്ട് വരാൻ പറ വേഗം. ശരി. എന്തിനാ അപ്പച്ച അവരുമായിട്ട് വഴക്കുണ്ടാക്കാൻ പോകുന്നേ? എന്താ പച്ചാ? വന്നേ, വന്നേടാ. എടവകപ്പള്ളിയിലെ വികാരി അച്ഛനോടൊന്ന് വേഗം വരാൻ പറയണേ. എന്തു പറ്റി? അല്ല, രൂപക്കൂട് വല്ലതും കാലിയുണ്ടെന്നറിയാനാണേ. എന്തിനാ? നിന്റെ പെണ്ണുമ്പിള്ളയെ കയറ്റി അതിനകത്ത് ഇരുത്തി ചൊവ്വാഴ്ച തോറും ഒരേ നൊവേന നടത്താൻ. വിശുദ്ധ കത്രീനാമ്മയല്ലേ, കത്രീന പുണ്യാളത്തി. കേറി പോടിയകത്ത്. നീ ചെല്ല്. ഓ, മുടിഞ്ഞ ചൊറിച്ചില്. എന്റെ ഈശോയേ. ഓ, എന്റെ മാതാവേ, ഇപ്പൊ പാടത്തി തന്നാ നല്ല അംഗം കാണാം. കോഴിപ്പള്ളിക്കാർ മട പൊട്ടിച്ച് നമ്മുടെ പാടത്തേക്ക് വെള്ളം വിടുന്നു. അച്ചായനല്ലേ അടിക്കുന്നത്? വന്നു. ഇവരെ ഞാൻ നോക്കിക്കോളാം. അച്ചായ പൊക്കോ. സന്നിച്ചെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഓ, അവന്റെ ഒരു നാണം കണ്ടില്ലേ? കല്യാണം കഴിഞ്ഞ് 2 കൊച്ച അവന്റെ പ്രായമായി. അല്ല അമ്മച്ചി,
ഇനി സണ്ണിയെ നമുക്കൊന്ന് കല്യാണം കഴിപ്പിക്കണ്ടേ? അയ്യോ എനിക്കത്ര വേഗം കല്യാണം വേണ്ട, ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് മതി. 2-3 ദിവസം. അയ്യോ നമ്മളെ അച്ഛന്റെ വരവ് നോക്കിയേ. എന്താ അച്ഛാ ഇത്? അതെ, നമ്മുടെ പാടത്ത് മട പൊട്ടി, ഞാൻ അടച്ചു. അതാ. അയ്യോ വേണ്ട ചമ്മേ, നിറയെ ചെളിയാ. ഞാൻ കുളിച്ചു വരാം. അമ്മച്ചി സോപ്പ് എടുത്തോ? ചക്രവർത്തി കുമാര അച്ചായൻ വല്ലാതെ ക്ഷീണിച്ചു. ഏയ് അതെ, ഒരുപാട് നാൾ കൂടി എന്നെ കണ്ടതുകൊണ്ടാ. ഒന്നുമല്ല. അതെ, ഞാൻ ഇനി ജോലിക്ക് പോകുന്നില്ല. അച്ചായനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തോളാം. അതും വേണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. കുടുംബത്തിന് വേണ്ടി ഒരു ആയുസിന്റെ മുഴുവൻ കഷ്ടപ്പാടും അച്ചാമ്മ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി കുറച്ചു നാള് അച്ചായന്റെ അച്ചാമ്മ കുട്ടിയായിട്ട് ഇവിടെ കഴിഞ്ഞാ മതി. എന്താടാ അമ്മച്ചി ഈ അച്ചായനില്ലേ ഒരു സൂത്രം മേടിച്ചേ. മൂത്തരം വേണ്ടാട്ടാ. അമ്മച്ചി ഈ അച്ചായനില്ലേ നമ്മളെ അച്ചാമച്ചാച്ചിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. പോടാ വൃത്ത്. അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാണ്ടാവും. അല്ലെങ്കിൽ ഞാനിപ്പോ പോവാ. ഇവിടെ നടന്ന സംഭവം എല്ലാം ഞാൻ എന്റെ കൂട്ടുകാരോട് പറയും. അയ്യോ എന്തെങ്കിലും കാണിക്കുന്നെങ്കിൽ വാതിലടച്ചിട്ട് കാണിക്കടാ. അയ്യോ, ഇവൻ ശരിക്കും എല്ലാരോടും പറയൂ? ശരിക്കും എല്ലാവരോടും അവൻ പറയും. അയ്യേ, ആകെ നാണക്കേടായി. ആ ചെറുക്കൻ നാറ്റിക്കും. ദേ ഇങ്ങനെ എന്തായാലും നാറി. ഇങ്ങോട്ട് വാ. അയ്യേ, എന്തത്? പ്രശ്നമില്ലെന്നേ. വിടുന്നേ. ഒരു കുഴപ്പമില്ല. ഇങ്ങ് വാ. അയ്യോ, അമ്മച്ചി വരത്തില്ല. ഇങ്ങ് വാ, ഇങ്ങ് വാ, വാ, വാ. വീണ്ടും എന്താ ഇത്? ജോണി, ആരാത്? അച്ചായൻ ഞാൻ ഒന്നും കണ്ടില്ല. പോടാ. ഈ ജനാല അടച്ച ഞാൻ ഒന്നുകൂടെ ആരാത്?